എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വ്ലോഗ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ. പൊങ്കലിൻ്റെ അന്ന്, തൈപ്പൊങ്കലിൻ്റെ അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ചുമ്മാ ഒരു റൗണ്ട് പോയിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഇവിടെ നമ്മൾ കയറാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം, ഒരു സാധനം വാങ്ങിക്കണം എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഇവിടെ കയറിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് സാധിക്കാൻ പറ്റി. വേറൊന്നുമല്ല, പൊങ്കൽ ട്രഡീഷണലായിട്ട് അവരുണ്ടാക്കുന്നത് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഷൈജേട്ടനോട് പറയുകയും ചെയ്തു, ഇതിപ്പം സിറ്റിയിലാണല്ലോ, നമ്മൾ നാട്ടിൻ പ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ അത്രയും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എനിക്കത് സാധിക്കാൻ പറ്റിയിട്ടോ. യൂണിവേഴ്സ് അത് കേട്ടു, എന്തായാലും ആ ആഗ്രഹം സാധിച്ചും തന്നു. അപ്പം നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. ബാക്കി ആയോ വീഡിയോ എടുക്കലാമോ? എടുങ്ങ ഞാനിതൊക്കെ കണ്ടു നിന്ന് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നിരുന്ന അക്കയുടെ അടുത്ത് ചോദിച്ചു കേട്ടോ. അവർ സമ്മതം തന്നതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റി. വളരെ സ്നേഹമുള്ള ആൾക്കാരാട്ടോ ഇവിടെയുള്ള ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലൊന്നും പെട്ടെന്നൊന്നും ഒരു നോ പറയില്ല. പ്രത്യേകിച്ച് അവിടെ തമിഴല്ല, വേറെ സ്ഥലത്തു നിന്ന് വന്നേക്കുന്ന ആൾക്കാരോട് അവർ അത്രയും ഇതായിട്ടാട്ടോ പെരുമാറുക. ഒരു പ്രത്യേക സ്നേഹം അവർ കാണിക്കാറുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പൊങ്കൽ അങ്ങനെ അരിയും പരിപ്പും കൂടെ അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാസിപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് രണ്ടും ഈക്വലായിട്ടല്ല ഇടുക. അരി എത്രയാണോ എടുക്കുക അതിൻ്റെ പകുതിയാണ് സാറിന് എടുക്കാറ്. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരാം കേട്ടോ. ഈക്വലായിട്ട് എടുത്ത് ഇടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലുള്ള കാര്യം കേട്ടോ ഞാൻ ഷെയർ ചെയ്യണേ. അങ്ങനെ ഇത് ചക്കരപ്പൊങ്കലായിരിക്കുള്ളൂ അവരുണ്ടാക്കുക. കാരണം ഇന്നത്തെ സ്പെഷ്യലാണല്ലോ ഈ ചക്കരപ്പൊങ്കൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിന്ന് കാണാം കേട്ടോ. അവരുടെ ആ ഒരുക്കങ്ങളുമൊക്കെ ഞാൻ ഓരോന്നായിട്ട് നോക്കുമായിരുന്നു. നടുക്ക് വെച്ചിരിക്കുന്നത് ലക്ഷ്മി വിളക്കാന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗണപതിനെ സങ്കല്പിച്ചാണ് കേട്ടോ മഞ്ഞൾ ഉരുട്ടിയിട്ട് അതിൽ കറുക വെച്ചിരിക്കുന്നത്. പിന്നെ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കരിമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിമ്പാണ് പൊങ്കലിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. എല്ലാവരും കരിമ്പ് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ വാങ്ങിച്ച്, ഇത്തവണ ആരും നമ്മുടെ ഇവിടെ കരിമ്പിന് അത്ര പ്രിയമുള്ള ആരുമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് നമ്മളിവിടെ ഒരാൾക്ക് കൊടുക്കുക ചെയ്ത ബാക്കിയുള്ളത്, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പൊങ്കലിങ്ങനെ പൊങ്ങി വരുമ്പോൾ വല്ലാതെ സന്തോഷമാണ് കേട്ടോ. ചൂട്ടൊക്കെ വെച്ച് നന്നായിട്ട് കത്തിക്കുന്നുണ്ടേ. അപ്പോൾ അതിങ്ങനെ ശരിക്കും അങ്ങോട്ട് പൊങ്ങി വരുമല്ലോ. നല്ല ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്നിട്ട്. അതും കണ്ട് മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങളിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ആരാ ഈ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നതെന്ന് ഒന്ന് നോക്കി. പാറുക്കുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ട്രോളി ഉണ്ട് കേട്ടോ. അവൾക്ക് തന്നെ അത് ചെയ്യണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് സാധനങ്ങൾ. അതുകൊണ്ട് അവൾ തന്നെയാണ് തള്ളിക്കൊണ്ട് നടക്കണേ. അങ്ങനെ ഞങ്ങൾ മേളിൽ പോവുകയാണേ. മേളിലത്തെ ഫ്ലോറിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഇരിക്കണേ. അവൾക്ക് ഈ ഓറഞ്ചും പിന്നെ ലെമണും ഒക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് എനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നില്ല, കാരണം പ്ലാസ്റ്റിക്കിലിട്ടാണല്ലോ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ചെറുതായിട്ട് ഒടിയുകയും ചെയ്തു. അപ്പോൾ പിന്നെ സ്റ്റീലിൻ്റെ തന്നെ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ 1-2 കടയിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട മോഡൽ ഇവിടെ ഇല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ഇതിന്ന് ഒരു സാധനം ഞാൻ പൊക്കിയിട്ടുണ്ട്. എൻ്റെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കില്ലേ സിങ്കിൻ്റെ അടുത്ത്, അങ്ങനെ ഒരു ചെറിയ വേസ്റ്റ് ബിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയത് ഭയങ്കര ചെറുതായിപ്പോയി. അപ്പോൾ പിന്നെ ഒരെണ്ണം അവിടെ നിന്ന് പൊക്കി. ഇത് പീഠമാണ് കേട്ടോ, നമ്മൾ വിളക്കൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോയും രൂപങ്ങളും ഒക്കെ അതിൻ്റെ മേലിൽ വെക്കാം. അപ്പോൾ ഇത് അങ്ങനെ എന്താ പറയുക, അത്ര
ലാസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല, വെള്ളം വീണ് കഴിഞ്ഞാൽ അതായി പോവും. അത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കുറേ നാൾ നിൽക്കും കേട്ടോ വെള്ളം വീണില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ വാങ്ങിച്ച എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ വന്നു കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സ് ഒന്ന് തണുപ്പിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വെറുതെ നോക്കിയിട്ടാട്ടോ എൻ്റെ പകുതി സമയം പോവുക. പക്ഷേ അത് നോക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടുമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലി ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടു. സത്യത്തിൽ ഞാനിത് ഈ തുണി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറില്ല, പക്ഷേ മിക്കവാറും ഇവിടങ്ങളിൽ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കണേ. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചൂടോട് കൂടി തന്നെ നമുക്ക് തട്ടിയിടാം. മറ്റതൊന്ന് ചൂടാറിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതൊരെണ്ണം തുണി വെച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെള്ള തുണീൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്നെ ഷൈച്ചേട്ടനെ കാണിച്ചു തന്നെ, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ. നല്ലതാട്ടോ, ഞാൻ പിറ്റേന്ന് തന്നെ ഉപയോഗിച്ചായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാ അടുക്കടുക്കായിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. വാങ്ങിച്ചില്ലെങ്കിലും സാരില്ല, ഇതൊക്കെ ഒന്ന് കണ്ടു പോകുന്നത് ഒരു പ്രത്യേക മനസ്സുഖമാണ്. ഇത് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, കുറേ ഇഡലി തട്ടുകളാണ് കേട്ടോ, പല ടൈപ്പ്, വലുതും ചെറുതും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ മതിയാക്കി ഞങ്ങളിതാ പോവുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് പോവാണ്. അപ്പോൾ താഴെ എന്തായിട്ടുണ്ടാവും, ഇത് പൊങ്കലൊക്കെ ആയിട്ടുണ്ടാവോ, എന്താണ് അവസ്ഥ എന്നറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ ബിൽഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ പാറുക്കുട്ടി ഇതാ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അവളിത് നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ ഇവിടെ വരുമ്പോൾ, ഈ കുഞ്ഞു ട്രോളിയൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടുമല്ല എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്ന ഇഷ്ടമാട്ടോ. ഡിമാർട്ടിൽ അല്ലെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ പോവാറ്. ഡിമാർട്ടിൽ ഇപ്പോൾ അടുക്കാനേ പറ്റില്ല, ഈ പൊങ്കലിൻ്റെയൊക്കെ തിരക്കായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. പൊങ്കൽ ഇതാ ചക്കരപ്പൊങ്കൽ തന്നെ റെഡി ആയിരിക്കുമായിരുന്നു. ഇത് ആദ്യം സൂര്യന് സമർപ്പിക്കും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ പൊങ്കലാഘോഷമൊക്കെ കഴിഞ്ഞ് വരാട്ടോ. അപ്രതീക്ഷിതമായിട്ട് എന്തായാലും ഞങ്ങൾക്ക് പൊങ്കൽ കാണാനൊക്കെ പറ്റി, അല്ലേ പാറുമ്മ? ഞങ്ങൾ പോവാ. ഹാപ്പി പൊങ്കൽ. സത്യത്തിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നല്ല ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല ഒരുങ്ങി വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതുകൂടാതെ അവർ നല്ല ചില്ലായിട്ടുള്ള പിള്ളേരാട്ടോ. അവിടുത്തെ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവർ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് അവിടെ അവരുടെ ഡാൻസ് കണ്ടിട്ട് അവരുടെ കൂടെ കളിച്ചെങ്കിലും ഒന്ന് ഞാൻ തന്നെ ആഗ്രഹിച്ചു പോയി. അതുപോലത്തെ ഒരു ആ ടീമിൻ്റെ ഒരു ഗുണമായിരിക്കുള്ളൂ കേട്ടോ. എല്ലാവരും കൂടുന്നുണ്ട് എല്ലാത്തിലും, അങ്ങനെ ഒരു ഹാപ്പിനെസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു ഷോപ്പ് കഴിഞ്ഞ ദീപാവലിയുടെ സമയത്ത് ഇവിടെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളവിടെ പോയിട്ടില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ അടുക്കാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് വരുവാണേ. അപ്പോൾ ഞാനൊരു സാരി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വലിയ സിൽക്ക് സാരി ഒന്നുമല്ല, ഒരു കോട്ടൺ സാരി. അപ്പോൾ അതിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ കയറിയ സമയത്ത് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാരിയുടെ സെക്ഷനിലേക്ക് പോവുകയാണേ. അപ്പോൾ സാരി, ഞാൻ ഉദ്ദേശിച്ച സാരി ഇവിടെ ഇല്ല. ഇവർ കാണിക്കുന്ന സാരിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൽ സാരി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനുള്ള സാരിയാണോ എന്ന്. എനിക്ക് ഇങ്ങനത്തെ തമിഴ്നാട് സ്റ്റൈൽ സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കാനും അതല്ലാതെ കൊടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ്. നല്ല കളർ കോമ്പിനേഷൻ ആയിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ നിറയെ കിട്ടും. അപ്പോൾ ഇതൊന്നും ഇപ്പം ഞാൻ വാങ്ങിക്കാനായിട്ട് പ്ലാനിലല്ല പോയത്. എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനവിടെ നിയന്ത്രിച്ച് നിന്നു.
എന്ത് ഭംഗിയാലേ എല്ലാം കാണാനായിട്ട്, നല്ല നല്ല കളറും. അപ്പോൾ ഞാൻ സാരി ഉടുക്കില്ല കേട്ടോ, എനിക്ക് ശരിക്കും ഉടുക്കാൻ അറിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഉടുക്കാൻ പഠിച്ചിട്ട് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ കോട്ടൺ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ലഞ്ച് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി, തിരുവാതിരയുടെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ രാത്രി ഞാനൊരു സ്ട്രീറ്റ് കാണിച്ചില്ലേ, ആ സ്ട്രീറ്റാട്ടോ ഇത്. ഇതാ പകൽ വെളിച്ചത്തിലുള്ള കാഴ്ചകളാണ്. ഈ പൊങ്കലിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൂടുതലിരിക്കണേ. ഈ സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വരാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് കുറച്ച് പൂവ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. പൂജയ്ക്കുള്ള പൂവൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഷൈച്ചേട്ടനും പാറും വന്നിട്ടില്ല, അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രീറ്റിൽ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ പൂവ്. അധികം അതിരാവിലെ ഒന്നും ഉണ്ടാവില്ല, ഒരു 9 മണി 10 മണിയോടുകൂടെ ആയിരിക്കുള്ളൂ ഈ സ്ട്രീറ്റ് ഒന്ന് ലൈവ് ആവുക. അപ്പം നിറയെ വെജിറ്റബിൾസ് ഉണ്ടാവും, ഫ്രൂട്ട്സ്, പൂക്കൾ, അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. തുളസിയൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, ഇടയ്ക്കൊക്കെ ഞാൻ വാങ്ങിച്ച് വയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പൂ വാങ്ങിക്കണ പൂക്കട ഇതാട്ടോ. ഇവിടെ എപ്പോഴും അത്യാവശ്യം നിറയെ പൂവുണ്ടാവും. അങ്ങനെ ഒരു 50 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഈ ഓറഞ്ച് കളറിലെ പൂവുണ്ടോ, ഒരു ജമന്തി പോലത്തെ, അത് കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ 60 രൂപയായി. അതാ പൂ ഞാൻ വാങ്ങിച്ചിട്ട് തിരിച്ച് നടക്കുക കേട്ടോ. നിറയെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളില്ലേ, നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കുരുത്തോല തോരണം, പിന്നെ നമ്മുടെ വാഴയില, അല്ലാതെ ഇവർ ഈ തമിഴ്നാട്ടിൽ കൂടുതലും മാവില വെച്ചിട്ടും അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും നമ്മുടെ വീട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തിരിച്ചു പോവുകയാണേ. പിന്നെ മാവില തോരണമല്ല, അല്ലാതെ മാവില ഇങ്ങനെ കൂട്ടി കുറച്ച് വെച്ചിട്ട് ചെറുവളം മാതിരി ഒരു സാധനം, പിന്നെ ആര്യവേപ്പില, അതെല്ലാം കൂടെ ചേർത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിയിടും കേട്ടോ. ഫ്രണ്ട് ഡോറുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ അടുത്തുള്ള 2 പേര് നമുക്ക് പ്രസാദം തന്നതാണ് കേട്ടോ. ചക്കരപ്പൊങ്കൽ തന്നെയാണ് 2 പേരും തന്നത്. അപ്പോൾ ഒരാൾ കടലയും പിന്നെ വെറ്റില, പാക്ക്, പഴം ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തതിൽ സാമ്പാറുണ്ട്. അപ്പോൾ സാമ്പാർ, ഇന്നത്തെ സാമ്പാർ ഇവർക്ക് സ്പെഷ്യലാട്ടോ, നിറയെ പച്ചക്കറികൾ ഇട്ടിട്ടാണ് വയ്ക്കുക, എല്ലാം ഇടും ഇതിൽ. അല്ലാത്ത ദിവസങ്ങളിൽ ഇവർ അധികം പച്ചക്കറിയൊന്നും ഇടാതെ വെക്കണേ. പിന്നെ വെള്ളച്ചോറ്, ചക്കരപ്പൊങ്കൽ, പഴം, തേങ്ങാമുറിയൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും. അപ്പോൾ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.